മോറിയ മൗണ്ട് മിനിസ്ട്രീസ് പ്രസൻസ് അൺചേഞ്ചിങ് വേൾഡ്, മാറ്റമില്ലാത്ത വചനം. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമുക്ക് വചന ചിന്തയ്ക്കായി ഒരു തിരുവചനത്തെ നമുക്ക് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 3-ാമത്തെ വേദവാക്യം ഇപ്പോൾ നമുക്ക് വായിക്കാം. കല്ലറയുടെ വാതിൽക്കൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടി കളയുമെന്ന് തമ്മിൽ പറഞ്ഞു. യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചത് നമുക്കറിയാം 30-33.5 വയസ്സ് വരെയായിരുന്നു. ഈ കാലഘട്ടത്തിൽ ദൈവം തൻ്റെ പ്രവൃത്തി തികയ്ക്കുകയായിരുന്നു മരണത്തോടു കൂടി എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ മരണാനന്തരമായി അരിമത്യയിലെ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തതായിട്ട് നാം തിരുവചനത്തിൽ കാണും. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യേശുവിന് വേണ്ടി വെട്ടപ്പെട്ട കല്ലറയായിരുന്നില്ല, മറ്റൊരുവൻ്റെയാണ്. എന്നാൽ ആ ജോസഫ്, അരിമത്യയിലെ ജോസഫ് യേശുവിൻ്റെ ശരീരം ചോദിച്ചു വാങ്ങി ആ കല്ലറയിൽ അടക്കം ചെയ്യുകയായിരുന്നു. എന്നാൽ വിശുദ്ധ വചനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആ അടക്കിയ ശേഷം ഏതാണ്ട് 3-ാമത്തെ ദിവസം ഇരുട്ടുള്ളപ്പോഴോ അതിപ്രഭാതത്തിലോ, അങ്ങനെ തന്നെ പല വേദഭാഗം നമുക്ക് കാണാൻ പറ്റുന്നു, ചില സ്ത്രീകൾ കല്ലറ വാതുക്കൽ വന്ന് നിൽക്കുകയാണ്. നമുക്കറിയാം, ഒരു ശ്മശാന ഭൂമിയിൽ ഇരുട്ടുള്ളപ്പോൾ സ്ത്രീകൾ വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ്, ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇവിടുത്തെ ചില സ്ത്രീകൾ, അവരുടെ പേര് വരെ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ അത് എടുക്കുന്നില്ല. എന്നാൽ കല്ലറയുടെ വാതുക്കൽ വന്ന് നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം യേശുവിൻ്റെ ശരീരം കാണുക, സുഗന്ധ തൈലം പൂശുക എന്നൊക്കെയുള്ള വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഈ സ്ത്രീകൾ അവിടെ വന്ന് നിൽക്കുന്നത്. എന്നാൽ അവർ ഇരുട്ടുള്ളപ്പോൾ അവിടേക്ക് വരുമ്പോൾ തമ്മിൽ മനസ്സുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്: ആർ നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റും. ഇതൊരു ചോദ്യചിഹ്നമാണ്. ഈ മറിയമാരെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ ആ കല്ലറയിൽ അടക്കം ചെയ്തിട്ട് വലിയൊരു കല്ല് ഉരുട്ടി അതിൻ്റെ വാതിൽ അടച്ചു വെച്ചത് അവർ നേരിട്ട് കണ്ടതാണ്. പക്ഷേ ഈ പ്രഭാതത്തിൽ അവരിവിടെ വന്ന് നിൽക്കുന്നത് ഇത്ര വലിയ കല്ലുകൊണ്ട് അടച്ചു വെച്ചതാണെങ്കിലും അവരുടെ ഉള്ളിലെ യേശുവുമായിട്ടുള്ള സ്നേഹം വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഭയരഹിതമായി, വചനം ഇങ്ങനെ പറയുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. യേശുവുമായുള്ള അവരുടെ സ്നേഹമെന്ന് പറയുന്നത് അത്ര അഗാധമായ സ്നേഹമായതുകൊണ്ട് മറ്റുള്ള സാഹചര്യങ്ങളെ എല്ലാം മറന്നിട്ട്
യേശുവിനെ കാണുവാൻ വേണ്ടി അവർ ആ കല്ലറയ്ക്കൽ വരികയാണ്. അപ്പോൾ തന്നെ അവരുടെ അകത്തു നിന്നുള്ള ചോദ്യം, ആര് നമുക്ക് വേണ്ടി ഈ ബൃഹത്തായ കല്ല് ഉരുട്ടി മാറ്റും? അതെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഈ കാര്യം ഒന്നുകൂടി ചോദിക്കുക. ഇവിടെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് കല്ലാണ്. പക്ഷേ നമ്മുടെ വ്യക്തിപരമായ തലത്തിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചേ. യേശുവിനെ കാണുവാൻ അവർക്ക് തടസ്സമായി നിൽക്കുന്നത് കല്ലാണെങ്കിൽ, സക്കായിക്ക് യേശുവിനെ കാണാൻ കഴിയാത്തത് കല്ലല്ല, മുൻ നടക്കുന്ന ചില ആളുകൾ നിമിത്തം സക്കായിക്ക് യേശുവിനെ കാണുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനിയും നമ്മുടെ വ്യക്തിപരമായി ഒന്നുകൂടി ചിന്തിച്ചു നോക്കിയേ. ജീവിതത്തിൽ കാണുവാൻ ആഗ്രഹിച്ചിട്ടും പ്രതിസന്ധിയായി നിൽക്കുന്ന എത്രയോ വലിയ വലിയ പ്രശ്നങ്ങളെയാണ് ഞാനും നിങ്ങളും ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നത്തിൻ്റെ മുൻപിൽ തടസ്സമിട്ട് നിൽക്കുന്ന ജീവിത സാഹചര്യമുണ്ടാകാം. എന്നാൽ വിശുദ്ധ വചനം പറയുന്നു, തടസ്സങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് നമ്മോട് കൂടെയുണ്ട്. അത് ജീവിക്കുന്ന യേശുവാണ്. ഹല്ലേലൂയ. പ്രത്യേകമായിട്ട് നമ്മളിവിടെ ദർശിക്കുന്ന വിഷയം ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കല്ല് മാറ്റുക, ഞങ്ങൾക്ക് യേശുവിനെ കാണുക എന്നുള്ളതാണ്. മറ്റൊന്നും ഞങ്ങൾക്കറിയണ്ട. പക്ഷേ ഇന്നലകളിൽ ആമേൻ യേശുവിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്ര തത്രപ്പാടോടെ ഇവിടെ ഓടി അവരെത്തത്തില്ല. എന്താണ് ആ വാക്തത്വം എന്നറിയാമോ? യേശു ജീവിച്ചിരിക്കുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഞാൻ ഇവിടെ മരിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്നുള്ളത് ജീവിതത്തിൽ പറയപ്പെട്ടിട്ടുള്ളതാണ്. എങ്കിലും മറ്റൊരു സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് സുഗന്ധവർഗങ്ങളുമായി യേശുവിനെ പൂശുവാൻ, യേശുവിൻ്റെ മേൽ അത് പുരട്ടുവാൻ വേണ്ടി അവർ വളരെ ജാഗ്രതയോടെ ആ കല്ലറവാതുക്കൽ എത്തുകയായിരുന്നു ചെയ്തത്. അപ്പോൾ യേശു പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശു ഉയർത്തെഴുന്നേൽക്കും, ഇത് ദൈവം പറഞ്ഞ വ്യക്തമായ കാര്യമാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ അവരുടെ മനസ്സിലില്ല. എനിക്ക് യേശുവിനെ കാണണം, ആ ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ. ഒക്കെ നല്ല കാര്യങ്ങളാണെങ്കിലും യേശു എന്ത് പറഞ്ഞോ അതുപോലെ മൂന്നാം നാൾ യേശു ഇവിടെ ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്തത്. പക്ഷെ അവർ കണ്ടില്ല. ആ കാണുന്നതിന് മുൻപെയാണ് കല്ലറ വാതുക്കൽ നിന്ന് പ്രതിസന്ധിയെ അവർ വലുതായിട്ട് കണ്ടിട്ട് ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റുമെന്ന് അന്യോന്യം പറഞ്ഞു തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സോദാവേ, പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മുൻപിൽ നാം ഇന്ന് കാണുന്ന അകത്തിരിക്കുന്ന വ്യക്തിയെ കാണുവാൻ കഴിയാതെ അടച്ചു വച്ചിരിക്കുന്ന ഈ ബൃഹത്തായ സംരംഭത്തെ വിശുദ്ധ വചനപ്രകാരം ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു. ആമേൻ. ആ പ്രതിസന്ധിയെ നിങ്ങൾ വലുതായിട്ട് കാണരുത്, തടസ്സത്തെ നിങ്ങൾ വലുതായിട്ട് കാണരുത്. യേശുവിനെ നിങ്ങൾ വലുതായിട്ട് കാണുവാൻ എത്ര പേർ ശ്രമിക്കും? ഒരിക്കൽ ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ നടത്തിപ്പുകാരൻ അയക്കപ്പെട്ട 12 ഒറ്റുകാരുണ്ടായിരുന്നു. ദേശത്തെ ഒറ്റുനോക്കുവാൻ, ദേശം എങ്ങനെയുണ്ട്, അവിടുത്തെ ആളുകൾ എങ്ങനെയുണ്ട്, ഫലമിഷ്ടമാണോ ഇല്ലയോ, മതിൽക്കെട്ട് ബലമാണോ, ഇതൊക്കെ ഒന്ന് അന്വേഷിച്ചറിയാൻ വേണ്ടി രഹസ്യമായി ആമേൻ നടത്തിപ്പുകാരൻ മോശെ അയച്ച ആ 12 ഒറ്റുകാരും ആമേൻ ഇതാ ദേശത്തേക്ക്, കനാൻ ദേശത്തിൽ എന്ന പോലെ എസ്കേൽ താഴ്വരയോളം അവർ ഇറങ്ങിച്ചെന്ന് ആ സമൃദ്ധിയും കാര്യങ്ങളെല്ലാം കണ്ട് കേട്ട് അനുഭവിച്ച് അവരിപ്പോൾ തിരിച്ചു വരുന്ന ഒരു രംഗമുണ്ടായി. പോകുമ്പോൾ ഇവർ 12 പേരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് സഹകരിച്ച് അന്യോന്യം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുവാൻ ജാഗ്രതയോടെ മുൻപോട്ട് പോയവരാണ്. പക്ഷേ അവർ അനുഭവിച്ചതും ആമെ കണ്ടതും കേട്ടതും എല്ലാം വാർത്തയാക്കിക്കൊണ്ട് അവർ മടങ്ങി വരുമ്പോൾ 2 ഗ്രൂപ്പായിട്ട് അവർ മാറി. ഹല്ലേലൂയ.
അയച്ചത് ഒരഭിഷിക്തനാണ്, നിങ്ങളുടെ മേൽ വ്യാപരിച്ചത് ഒരേ ആത്മാവായിരുന്നു, ഒരേ കാര്യത്തിനു വേണ്ടിയാണ് അയച്ചതെങ്കിലും ഇപ്പോൾ മടങ്ങി വരുമ്പോൾ അവിടെ മനസ്സിൽ 2 ചിന്തകളെ കൊണ്ട് നിറഞ്ഞു. 10 പേർ ഒരു ഗ്രൂപ്പായിട്ട് മാറി, 2 പേർ മറ്റൊരു ഗ്രൂപ്പായി തിരിഞ്ഞു. നോക്കുക, ഏത് കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ അംഗീകൃതമാകുന്നത് ഭൂരിപക്ഷത്തെയാണ്. ഈ ഭൂരിപക്ഷം വരുന്ന 10 ആളുകൾ ഒന്നിച്ച് നിന്നിട്ട് സഭയുടെ മുൻപാകെ, യോശുവയുടെ മുൻപാകെ, ആമേൻ, ഇപ്പോൾ വന്നിട്ട് പറയുകയാണ്, ആ പട്ടണം ഏറ്റവും ബലവത്താണ്, അവിടെ മല്ലന്മാരുണ്ട്, അതികായകന്മാരുണ്ട്, പട്ടണം ആമേൻ ഭയങ്കര ബലവത്തായതുകൊണ്ട് ആ പട്ടണത്തിലേക്ക് നമുക്ക് പോകണ്ട എന്ന് ജനത്തെ പറഞ്ഞ് ബോധ്യമാക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സഹോദരങ്ങളെ, അഭിഷിക്തന്മാരെ, ആമേൻ, നോക്കുക, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ 10 പേരുടെയും വായിൽ നിന്ന് വന്ന വാക്കെന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ വാക്കുകളല്ല, അവിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. അവിടെ കണ്ട ബലവത്തായ സംരംഭങ്ങളെ കണ്ടിട്ട് അതിനെ ജയിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിശ്വാസത്തിൻ്റെ ദൂതുമായി 10 പേർ മടങ്ങി വന്നു. ഹല്ലേലൂയ. എന്നാൽ 2 പേരാകട്ടെ, ആമേൻ, ആ പട്ടണത്തിലെ സംഭവങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കിയും അവരുടെ ഉള്ളിലിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ തലമായി അവർ മടങ്ങി വന്നു. പക്ഷേ ഭൂരിപക്ഷമാണ് എവിടെയും ആമേൻ മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ട് ഈ 10 പേർ ഒരുമിച്ച് പറഞ്ഞു, അവിടേക്ക് നമുക്ക് പോകണ്ട. ആമേൻ, പ്രതിസന്ധിയാണ്, ആമേൻ, സമൃദ്ധിയൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാ, പക്ഷെ നമുക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിശ്വാസത്തിൻ്റെ ദൂത് പ്രചരിപ്പിച്ച 10 പേരുടെയും മുൻപിൽ സഭ പൊട്ടിക്കരയാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഒരു സഭയുടെ നടുവിലാകട്ടെ, ഒരു സമൂഹത്തിൻ്റെ നടുവിൽ അവിശ്വാസത്തിൻ്റെ ദൂത് പറഞ്ഞ്, അവിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞ് അവരുടെ മനസ്സിനെ മുരടിപ്പിക്കുന്നവരാണോ, അവരുടെ മനസ്സിനെ തകർക്കുന്നവരാണോ, അതോ നല്ല വാക്കുകൾ പറഞ്ഞു ഉത്തേജനം കൊടുക്കുന്നവരാണോ നമ്മുടെ ഇന്നത്തെ മൈൻഡെന്ന് ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും. ഞാനിവിടെ പറയാൻ വന്ന വാചകം വളരെ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഈ 10 പേരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, കല്ലറയുടെ വാതുക്കലിരിക്കുന്ന കല്ലിനെ ആ സ്ത്രീകൾ ഏറ്റവും വലുതായിട്ട് കണ്ടു, പക്ഷേ യേശുവിനെ ചെറുതായിട്ട് അവർ കണ്ടു. ഈ 10 പേരുടെ സംരംഭം ഒന്ന് ശ്രദ്ധിച്ചേ. അവിടുത്തെ മല്ലന്മാരുടെ ബലവും കോട്ടയും ഫലവും ആദ്യമായതെല്ലാം കണ്ടിട്ട് അവർ പ്രതികൂലത്തെയും മല്ലന്മാരെയും ഏറ്റവും വലുതായിട്ട് ചിത്രീകരിച്ചു പറഞ്ഞു. ആ ചിത്രീകരണത്തിലൂടെ സഭ തകർച്ചയാണ് ഉണ്ടായത്. എന്നാൽ ജനമെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ 2 പേർ ആമേൻ ഇതാ മുന്നോട്ട് വന്നിട്ട് ഈ കരച്ചിലിൻ്റെ നടുവിൽ യോശുവയുടെ മുൻപിൽ കാലേബ് എന്ന് പറയുന്ന ദൈവഭക്തൻ മുൻപോട്ട് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾ കരച്ചിൽ നിർത്തുവിൻ, ആ പട്ടണത്തെ യഹോവ ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. 2 പേരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ആമേൻ, വലിയ പ്രതിസന്ധിയെ അവർ ചെറുതായിട്ട് കാണുകയും യേശുവിനെ വലുതായിട്ട് കാണുകയും ചെയ്തു. 10 പേരുടെ സംരംഭം എന്ന് പറയുന്നത് പ്രതികൂലത്തെ വലുതായി കാണുകയും തന്നെ അയച്ച ദൈവത്തെ ചെറുതായി കാണുകയുമാണ് ചെയ്തത്. അതുകൊണ്ട് ഇന്നിൻ്റെ പകൽ ആമേൻ, ഞാൻ ഈ വചനം ഇവിടെ ഓർമ്മിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എങ്ങനെ കരുതുന്നു? പ്രതിസന്ധിയെ നിങ്ങൾ വലുതായിട്ട് കണ്ടാൽ ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല. നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ വിശ്വാസത്തോടെ പറ, എൻ്റെ യേശു വലുതാണ്, പ്രതിസന്ധികളൊക്കെ അതിൻ്റെ പിൻപിൽ ചെറുതാണ്. ഒന്നുകൂടി ഞാൻ അത് ആവർത്തിക്കാം. സെരുബ്ബാബേൽ ആലയം പണിയുമ്പോൾ ആമേൻ ഒരു പർവ്വതം അതിൻ്റെ സമീപത്തുണ്ടായിരുന്നു. അത് വലിയ പ്രതിബന്ധമായിട്ടോ തടസ്സമായിട്ടോ ഒന്നും അദ്ദേഹത്തിന് അന്ന് തോന്നിയില്ല. പക്ഷേ സെരുബ്ബാബേൽ ആലയം
പണി കഴിഞ്ഞു നോക്കിയപ്പോൾ ആമേൻ സെരുബ്ബാബേലിൻ്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ ഒരു തടസ്സം പോലെ ആ സെരുബ്ബാബേലിന് തോന്നി, അല്ലെങ്കിൽ മനസ്സിലായി. അതുവരെ ഇല്ലാത്തൊരു ശബ്ദം സെരുബ്ബാബേലിൻ്റെ അധരത്തിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. നോക്കുക, തടസ്സത്തെ അവൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ സെരുബ്ബാബേലിൻ്റെ മുൻപിൽ ഉയർന്നു പൊങ്ങി നിൽക്കുന്ന, ആലയത്തിനെതിരെ നിൽക്കുന്ന മഹാപർവ്വതത്തെ കണ്ടുകൊണ്ട് സെരുബ്ബാബേൽ അവിടെ വിളിച്ചു പറയുകയാണ്, സെരുബ്ബാബേലിൻ്റെ മുൻപിലുള്ള മഹാപർവ്വതമേ, നീ ആർ? സമഭൂമിയാകുക, സമഭൂമിയായി മാറുക എന്ന് ആ അഭിഷിക്തൻ ഒരു വാക്ക് വിളിച്ചു പറഞ്ഞപ്പോൾ ഉന്നതമായ വലിയ പർവ്വതം എന്ത് ചെയ്തു? സെരുബ്ബാബേലിൻ്റെ മുൻപിൽ കീഴടങ്ങി. ഇന്ന് പകൽ നീ പർവ്വതത്തെ വലുതായിട്ട് കാണാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ വലുതായിട്ടൊന്ന് കണ്ട്, നിന്റെ പ്രശ്നത്തെ നീ ചെറുതായിട്ട് കാണ്, എന്നിട്ട് യേശുവിനെ വലുതായിട്ട് കാണുവാൻ ഇന്ന് എത്ര പേർക്ക് കഴിയും? കഴിഞ്ഞ നാളുകൾ നിന്റെ പരാജയപ്പെട്ടു പോയ മേഖലകൾ നീ യേശുവിനെ വലുതായിട്ട് കാണുവാൻ കഴിഞ്ഞില്ല, നീ പ്രതികൂലത്തെ വലുതായിട്ട് കണ്ടു. ഇതാ രണ്ട് സ്ത്രീകൾ നിന്ന് വിളിച്ചു പറയുകയാ, ആര് നമുക്ക് വേണ്ടി കല്ലറയുടെ വാതിക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുമെന്ന് പറഞ്ഞ് അവർ പ്രതിസന്ധിയെ വലുതായി കണ്ടുകൊണ്ട് അവർ തമ്മിൽ ചോദിക്കുകയാ, പറയുകയാ, ആർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും? ചോദ്യത്തിൻ്റെ മുൻപിൽ ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഇറങ്ങാൻ പോകുകയാ. അവർ ചോദിച്ച് നിർത്തിയ നിമിഷത്തിൽ തന്നെ അടുത്തത് അവർ കാണുന്നത് കല്ലറയുടെ വാതിൽ തുറന്നിരിക്കുന്നത് കാണുകയാ. നിങ്ങൾക്ക് സാധ്യമല്ലാത്തതൊന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ദൂതനെ അയച്ച് പ്രവർത്തിക്കുവാൻ ശക്തിയുള്ള ദൈവമാണെന്ന് ഇന്നും നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. ആർ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും? നമ്മുടെയും ആഗ്രഹം, ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു, ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടില്ലേ? എൻ്റെ ജീവിതയാത്ര, എൻ്റെ ഏകാന്തതയുടെ നടുവിൽ ഞാൻ ഭയപ്പെടുന്ന വിഷയത്തിന്മേൽ എന്നെ ആര് സഹായിക്കുമെന്ന് ഓർത്ത് ഭാരപ്പെട്ട ജീവിതമേ, ഇന്ന് യേശു നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാ. ഒരു കാലഘട്ടത്തിൽ ഒരു ദേശത്തെ മുഴുവനും വിറപ്പിച്ചുകൊണ്ട് നിന്ന ഗോലിയാത്തിൻ്റെ ശക്തിയെ ഇസ്രായേൽ മക്കൾ വലുതായിട്ട് കണ്ടു. ഹല്ലേലൂയ. 40 ദിവസവും ഗോലിയാത്തും അവൻ്റെ ആളുകളും മുൻപോട്ട് അവൻ്റെ ആയുധങ്ങളുമായി മുൻപോട്ട് സ്റ്റെപ്പുകൾ വയ്ക്കുമ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്തു? അതേ താഴ്വരയിൽ നിന്ന് പുറകോട്ട് സ്റ്റെപ്പുകൾ വെച്ച് മാറാൻ തുടങ്ങിയിട്ട് ഇന്ന് 40ാമത്തെ ദിവസമാണ്. എത്രയോ നാളുകളായി കുഞ്ഞ് നീ പരാജയപ്പെട്ട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? ഇന്ന് നിന്റെ പരാജയത്തിൻ്റെ തലമൊന്ന് നിർത്തുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? എന്നും എൻ്റെ അവസ്ഥ പരാജയത്തിൽ കിടക്കുവാനല്ല, എന്നും നിന്റെ അവസ്ഥ വേദനിച്ച് കിടക്കാനുള്ളതല്ല, എന്നും എൻ്റെ അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല എന്ന് പറയുന്നതല്ല. തമ്പുരാൻ വ്യക്തമായി പറയുന്നു, ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ പൈതലെ, നിനക്ക് വേണ്ടി സ്വർഗമൊന്ന് വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ തയ്യാറാ. നീ ഒന്ന് സമർപ്പണത്തിന് തയ്യാറാണോ? മനസ്സ് വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ഇതാ 40 ദിവസവും പരാജയം സമ്മതിച്ച് പുറകോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഇസ്രായേലിൻ്റെ മധ്യേ അവർക്ക് വേണ്ടി അനുകൂലമായ ഒരു വനിത രംഗത്ത് വരികയാണ്. ഇന്നലകളിൽ ആടുകളുമായി ബന്ധപ്പെട്ടവൻ, വനാന്തരങ്ങളുമായി ബന്ധപ്പെട്ടവൻ, അപ്പനും അമ്മയും പോലും നിനക്ക് പട്ടാളത്തിൽ ചേരുവാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ സഹോദരന്മാരോട് ഒത്തൊരുമിച്ച് ശൗലിൻ്റെ പട്ടാളത്തിൽ പ്രവേശിക്കുവാൻ നിനക്ക് യോഗ്യതയിൽ അംഗീകാരമില്ല, അപ്പൻ്റെ ആടുകളെ മാത്രം മേയിച്ചുകൊണ്ട് നിന്റെ ജീവിതകാലം മുഴുവനും ഈ നിലയിൽ മുൻപോട്ട് പോക എന്ന് മാത്രം ആശിച്ചുകൊണ്ട് അപ്പനമ്മമാർ ദാവീദിന് നേരെ മുദ്രകുത്തി അവനെ പറഞ്ഞയച്ചത് വനാന്തരത്തിലേക്കാണ്. എന്നാൽ ഒരു പ്രതിസന്ധിയുടെ സമയമായപ്പോൾ കാട്ടിൽ നിന്നൊരുവനെ നാട്ടിലേക്ക് വരുത്തി. കുഞ്ഞ്, നിന്റെ വിഷയത്തിൽ നീ പോലും പ്രതീക്ഷിക്കാത്ത വ്യക്തിയല്ലേ നിന്നെ വന്ന് സഹായിച്ചത്?
ആമേൻ. ഒരു ദൈവദാസനെങ്കിലും വന്ന് ഒന്ന് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചില സമയങ്ങളിൽ മകളെ നീ ആഗ്രഹിച്ചില്ലേ? മകനെ നീ ആഗ്രഹിച്ചില്ലേ? എൻ്റെ വിഷയത്തിനൊരു വിടുതൽ കിട്ടുവാൻ കർത്താവേ ഒരു ദൈവദാസനെയെങ്കിലും ഒന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചില്ലേ? നീ പ്രതീക്ഷിക്കാത്ത മേഖലയിലല്ലേ ദൈവദാസൻ നിന്റെ കുടുംബത്തിനകത്ത് വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും ക്ഷണത്തിൽ വിടുതൽ സംഭവിച്ചതും ഇന്നിൻ്റെ പകലൊന്ന് ഓർമ്മയിലേക്കൊന്ന് വന്നാട്ടെ. ആമേൻ. യേശുവിൻ്റെ പ്രവൃത്തി ഇതാ നിനക്ക് അനുകൂലമായി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒന്ന് വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഒക്കെ ഞാൻ ഓർമ്മിപ്പിച്ചത് 40 നാളും പരാജയമേറ്റുവാങ്ങി ഇനിയും വിജയമില്ല എന്ന് നീ ചിന്തിച്ച മേഖലയ്ക്കകത്ത് 40ാമത്തെ ദിവസം ദാവീദ് കാട്ടിൽ നിന്ന് കാടിൻ്റെ മണമുള്ളവൻ, ആടിൻ്റെ മണമുള്ളവൻ, അതിനോട് കൂടെ സഹകരിച്ചവൻ ഇതാ ആമേ പടക്കളത്തിലേക്ക് വന്നു. ആ പടക്കളത്തിലേക്ക് വന്നപ്പോൾ തന്നെ ജ്യേഷ്ഠന്മാർ, സ്വന്തം സഹോദരങ്ങൾ നിന്നെ വിരട്ടി ഓടിച്ചില്ലേ? പട കാണാനല്ലേ നീ വന്നതെന്ന് പറഞ്ഞ് നിന്നെ വിരട്ടി ഓടിച്ച രംഗം വരെ ഇല്ലേ? എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് പറയാനുണ്ട്, നിന്നെ ആരെല്ലാം ആട്ടി ഓടിച്ചാലും, ആരെല്ലാം നിന്നെ ഇറക്കി വിട്ടാലും, നിന്നെ അംഗീകരിക്കുവാൻ ആരുമില്ലെങ്കിലും നിന്റെ അപ്പനും അമ്മയും പോലും ആമേൻ നിന്റെ മേലൊരു അഭിഷേകം വീണിട്ട്, അല്ലെങ്കിൽ അഭിഷേകം നിന്നിൽ ആമേൻ അഭിഷേകം ചെയ്തിട്ട് പോലും നിന്നെ അംഗീകരിക്കാതെ വനാന്തരത്തിലേക്ക് പറഞ്ഞു വിട്ട അവരുടെ മധ്യത്തിലേക്ക് ദാവീദ് നിന്നെ മടക്കി വരുത്തിയതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആമേൻ. ഒരു വലിയ സമൂഹം പരാജയത്തിലും നിന്ദകളിലും വേദനിച്ചുകൊണ്ട് ഇതാ എല്ലാ താഴ്വരയിൽ ശൗൽ ആമേൻ എല്ലാ താഴ്വരയിൽ ഇതാ ഫെലിസ്ത്യ ശക്തികളുടെ മുൻപിൽ അടിയറ വയ്ക്കത്തക്ക നിലയിൽ നിൽക്കുകയാണ്. ജീവിതത്തിൽ തോറ്റു എന്ന നിമിഷം കൊണ്ട് ചിന്തിച്ച സഹോദരങ്ങളെ, ഇതാ നീ പ്രതീക്ഷിക്കാത്ത ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ ജേഷ്ഠന്മാർ, ദാവീദേ, നിന്റെ ജ്യേഷ്ഠന്മാർ നിന്നെ ഇവിടെ നിന്ന് ഓടിച്ചു കളയുവാൻ ശ്രമിച്ചെങ്കിലും അവിടെ മാറി ഇവിടെ മാറി ഇതാ തൻ്റെ അനുഭവങ്ങൾ ആമേൻ വിളിച്ചു പറഞ്ഞപ്പോൾ രാജസന്നിധിയിൽ വരെ എത്തിച്ച് പിന്നത്തേതിലിതാ ആമേൻ ദാവീദ് സ്വതസിദ്ധമായ കഴിവിലൂടെ പടക്കളത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ഒരു കാലത്ത് നിന്നെ കൊണ്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ ഈ ജോലിയിൽ നിനക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിരുന്ന നിന്റെ സഹോദരങ്ങൾ ഉൾപ്പെടെ പരാജയപ്പെട്ട് നിൽക്കുമ്പോൾ ആട്ടിടയനായ നിന്നെ കൊണ്ടിതാ ദാവീദേ ആമേൻ ഗോലിയാത്തിനു നേരെ ഇറങ്ങിച്ചെല്ലുവാൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിവിടെ ഓർമ്മിപ്പിച്ചത് ഫെലിസ്തീയ ശക്തിയെ ഇസ്രായേൽ ജനം വലിയ കല്ലുപോലെ വലിയ പ്രതിസന്ധിയായി കാണുകയും തങ്ങളുടെ ദൈവത്തെ ചെറുതായി കണ്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ദാവീദാകട്ടെ ആമേൻ ഫെലിസ്തീയ ശക്തിയായ മല്ലനെ ചെറുതായിട്ട് കാണുകയും ഇസ്രായേലിൻ്റെ ദൈവത്തെ ഏറ്റവും വലുതായി കണ്ടു. ഇന്നിൻ്റെ പകൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ, നീ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ഉണ്ടല്ലോ, അതിനെ നീ ഒന്ന് ചെറുതായിട്ട് കണ്ടേ. ആമേൻ. നിന്റെ പ്രശ്നം വലുതായിരിക്കാം, പക്ഷെ സാഹചര്യം നോക്കിയാൽ ഒരിക്കലും മുന്നേറുവാൻ കഴിയാത്ത നിലയിലായിരിക്കാം. എന്നാൽ ആത്മാവ് അതിനോട് പറയുന്നു, ആമേൻ, ആ വിഷയത്തെ നീ ചെറുതായിട്ടെന്ന് കണ്ടേ. ദാവീദ് ആമേൻ വലിയ പ്രതികൂലത്തെ ചെറുതായിട്ട് കണ്ട് മല്ലന്റെ നേരെ ആമേൻ നടന്നെടുത്ത് തൻ്റെ കയ്യിലുള്ള ഉപകരണം കൊണ്ട് അവനെ ആമേൻ എറിഞ്ഞു വീഴ്ത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിന്നാശക്തിയെ ചെറുതായിട്ട് കണ്ട് ദൈവത്തെ വലുതായിട്ട് കണ്ടപ്പോൾ ആ പ്രതിസന്ധി അവിടെ കൊണ്ട് അസ്തമിച്ചു. ദാവീദിലൂടെ വൻ വിജയം, മല്ലൻ്റെ ശിരസ് പോലും വെട്ടിയെടുത്ത് തിരികെ വരുന്ന ഒരു അനുഭവം ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും. ഇവിടെ ഈ സ്ത്രീകളുടെ ചോദ്യത്തിൻ്റെ മുൻപിൽ ഇവിടെ ഇതാ പെട്ടെന്ന് കല്ലറവാതുക്കൽ നിന്ന് കല്ല് വഴിമാറി. അതെ, സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ,
നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ദൈവദൂതൻ അവിടെ ഇറങ്ങാൻ പോവുകയാ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ. നിങ്ങളുടെ വിഷയത്തിന് ഇതുവരെ ഒരു മാറ്റമില്ലേ? അടഞ്ഞു കിടക്കുന്ന വഴിയാണോ, വാതിലുകളാണോ? അതിപ്പോൾ തുറക്കാൻ പോവുകയാ. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഇന്ന് പകൽ ഞങ്ങൾ കേൾക്കപ്പെട്ട വചനം അടയപ്പെട്ട വഴിയാണ്, എന്നാൽ തുറക്കുന്ന ഒരുവൻ ഞങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് ഈ പ്രാർത്ഥിക്കുമ്പോൾ അടയപ്പെട്ട വഴി തുറക്കട്ടെ. ആമേ, വിദേശത്തേക്കുള്ള വഴികൾ ഓപ്പൺ ആകട്ടെ. ആമേ, വസ്തു വിൽപ്പനയുടെ വഴികൾ ഓപ്പൺ ആകട്ടെ. വിവാഹത്തിൻ്റെ തലങ്ങൾ ഓപ്പൺ ആകട്ടെ. ആമേൻ, രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയട്ടെ. പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിയട്ടെ. എവിടെയെല്ലാം വഴികൾ അടച്ചിട്ട് ഇനി നിന്നെ മുൻപോട്ട് വിടില്ല എന്ന ഗതികൾ ഉയർത്തി വെല്ലുവിളിച്ച ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ കീഴടങ്ങട്ടെ. എടാ പിശാചേ, നീയല്ല ഇവിടെ വലുത്, ഞങ്ങളുടെ യേശു വലുതാണ്. ആ യേശു ഇന്ന് ഞങ്ങൾക്ക് മുൻപായി പുറപ്പെട്ടിരുമ്പോടാമ്പലുകൾ, താമര കഥകൾ, ദുർഘടങ്ങളെ മാറ്റി ഒരു വലിയ വിശാലത വഴി ഒരുക്കിയതുപോലെ ആ സ്ത്രീകളുടെ പ്രശ്നത്തിന് പരിഹാരം ആമേൻ ദൈവം കൊടുത്തതുപോലെ ഇന്ന് കർത്താവേ, ഞങ്ങളെ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ ഓരോരുത്തർക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് വിടുതലും മറുപടിയും കൊടുത്തു മാനിക്കണം. സമാധാനത്തോടെ ആയിരിക്കാൻ സഹായിക്കും. യേശുവിൻ നാമത്തെ കേൾക്കും നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ പിന്നെയും പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലുള്ള മോറിയ മൗണ്ട് മിനിസ്ട്രീസ് കോമ്പൗണ്ടിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 8:30 ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന നടക്കുന്നു. കർത്താവിൽ പ്രശസ്ത ദൈവദാസൻ ബ്രദർ ചന്ദർ പാണ്ഡ്യൻ ഈ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു. ആട്ടിടയനായ ദാവീദിനെയും കഴുതയെ തിരക്കി നടന്ന സൗലിനെയും ഉയർത്തിയതുപോലെ നിങ്ങളെയും എന്നെയും നിങ്ങളുടെയും എൻ്റെയും സന്തതികളെയും അവൻ അങ്ങേയറ്റം ഉയർത്തുവാൻ ശക്തനാണ്. ഈ പരിസരത്തുള്ള നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഈ സന്തോഷം പങ്കിടുമല്ലോ. വരിക, നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി ബന്ധപ്പെട്ടാലും 8508789010. ഞങ്ങളുടെ വിലാസം: മോറിയ മൗണ്ട് മിനിസ്ട്രീസ്, വടമലപുരം, തെങ്കാശി ഡിസ്ട്രിക്ട്, തമിഴ്നാടു 627755.